ഹായ് ഓൾ, ഹായ് നീറ്റ് ആസ്പിരൻസ്. 2024 നീറ്റ് എക്സാമിനേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ പോവുകയാണ്. ഇപ്പോഴും ഒരു പക്ഷേ പ്രിപ്പറേഷന്റെ ഭാഗമാകാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈവൻ ദോ യു വോണ്ട് ടു ബിക്കം എ ഡോക്ടർ, അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെയായിരിക്കണം 2024 നീറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നറിയാത്ത, പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. അതിനുവേണ്ടിയാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി സൈലം പ്രീമിയർ ലീഗ് ആയിരിക്കുന്ന നീറ്റ് ക്രാഷ് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തത്. ഫസ്റ്റ് ബാച്ച് XPLന്റെ ഫസ്റ്റ് ബാച്ച് ഫില്ലായി കഴിഞ്ഞു. അതിന്റെ ക്ലാസ്സസ് ഒക്കെ റണ്ണിങ്ങിലാണ്. മേ ബി നിങ്ങളുടെ പലർക്കും ഫസ്റ്റ് ബാച്ചിൽ മേക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഡോണ്ട് വറി, യു ഹാവ് അനദർ ചാൻസ്. ഓക്കെ, സൈലത്തിന്റെ നീറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് 3 വർഷത്തെ ഹിസ്റ്ററി ആണ്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രധാനമായിരിക്കുന്ന ഒരു സ്ഥാനം സൈലത്തിന് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റ് റിസൾട്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതേ ഉള്ളൂ. സോ വി ഇൻട്രൊഡ്യൂസ് യു ദ നെക്സ്റ്റ് ബാച്ച് ഫോർ XPL സൈലം പ്രീമിയർ ലീഗ് വിച്ച് ഇസ് നീറ്റ് ക്രാഷ് പ്രോഗ്രാം. ഓക്കെ, സോ നീറ്റിന് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത, എങ്ങനെയാണ് ഇതിനെ കണ്ടിന്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്, പഠിച്ചെടുക്കേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us, യു ക്യാൻ ജോയിൻ ടു ദിസ് ബാച്ച്. അങ്ങനെ വളരെ കൃത്യതയോടെ പഠിച്ച്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ച് നമുക്ക് ഈ വരുന്ന വർഷം തന്നെ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ എഴുതിയെടുത്ത് MBBS എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് ഇപ്പം MBBS സ്റ്റുഡൻസ് ആയിരിക്കുന്ന നാഷണൽ ലെവൽ ടോപ്പേഴ്സിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് ടോപ്പേഴ്സിന്റെ സ്റ്റോറീസ് എല്ലാം നിങ്ങൾ പല മാധ്യമങ്ങളിലൂടെ സൈലമിയൻസിനെ നിങ്ങൾ കാണുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ലിസ്റ്റ്. സോ ഇനി അടുത്ത വർഷം ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടി MBBS കോഴ്സിലേക്ക് പഠിക്കുന്നുണ്ടാവുക. സോ കഴിഞ്ഞ 3 വർഷം മാത്രമാണ് സൈലം വന്നിട്ടായിട്ടുള്ളൂ. പക്ഷെ ആ 3 വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ ഓളം ഉണ്ടാക്കാനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ MBBS സ്റ്റുഡൻസിനെ ജനറേറ്റ് ചെയ്യാനും സൈലത്തിന് സാധിച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 1200-ൽ പരം MBBS വിദ്യാർത്ഥികളെയാണ് സൈലം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യെസ്, സോ വി ഹാവ് ദ കോൺഫിഡൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാം, നിങ്ങൾ കേരളത്തിൽ എവിടെ ഇരുന്ന് പഠിച്ചാലും സൈലത്തിന്റെ ആപ്പിലൂടെ സൈലത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക്, നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈലം ആപ്പിലൂടെ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാ ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ സൈലമിൻസ് ആർ പ്രസന്റ് ഓൾ ഓവർ കേരള ആൻഡ് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ആൻഡ് ഓൾ ഓവർ ഈവൻ ഇന്ത്യക്ക് പുറത്ത് വരെ സൈലമിൻസിന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെയായിരിക്കും ഈ റിവിഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ XPL ക്രാഷ് പ്രോഗ്രാം എന്നുള്ളത്. പെട്ടെന്ന് ക്രാഷ് പ്രോഗ്രാമിനെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാം ഫാസ്റ്റ് അപ്രോച്ചിങ് ആയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും പാനിക് ആയിരിക്കും. ഹൗ ടു കംപ്ലീറ്റ് ദ സിലബസ്? കാരണം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഈവൺ ആഫ്റ്റർ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സിന് ഒഴിവാക്കിയാൽ പോലും വി ഹാവ് 81 ചാപ്റ്റേഴ്സ് ഇൻ ടോട്ടൽ. അപ്പൊ ഈ വരുന്ന ചാപ്റ്ററുകളെ നമ്മൾ 20 മൊഡ്യൂളുകളാക്കി തിരിക്കുകയാണ്. ഈ 20 മൊഡ്യൂളുകളില് ഒരു മൊഡ്യൂളിൽ അപ്പം നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും. കോമൺ ആയിട്ട് പറഞ്ഞ ഒരു മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. സോ നമ്മൾ 20 മൊഡ്യൂൾ പഠിക്കുന്നു. മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ 4 ചാപ്റ്റർ നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിക്കുമോ? ഇല്ല. വി ഹാവ് എ ഡെഫിനിറ്റ് സ്ട്രാറ്റജി ഫോർ യു. ഈ എങ്ങനെയായിരിക്കും നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് നോക്കാം. മൊഡ്യൂൾ 1 വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ നോക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നിങ്ങനെ ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സ് ആണ് മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുന്നത്. സോ ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് മൊഡ്യൂൾ 1 എടുത്താൽ, കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് ആണ്, ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിന്റെ പാർട്ട് 1, സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അതിന്റെ പാർട്ട് 1. ഇങ്ങനെ ഈ 4 സബ്ജക്റ്റുകളിൽ വരുന്ന 4 ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചു തീർക്കുന്നത്. ഇതൊരു സിംഗിൾ ഡേയിൽ പഠിച്ചു തീർക്കാൻ കഴിയുമോ? സിംഗിൾ ഡേയിലാണോ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്? അല്ല. 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ മൊഡ്യൂൾ 1 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ പറയുന്ന അതേ പ്ലാനിലേക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ക്രാക്ക് ദിസ് നീറ്റ് എക്സാമിനേഷൻ. അതിനുള്ള പ്രൂഫ് നിങ്ങൾ ഓൾറെഡി സൈലമിൻസിന്റെ അല്ലെങ്കിൽ സൈലം നീറ്റ് ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്രാഷ് പ്രോഗ്രാമിലൂടെ തന്നെ MBBSലേക്ക് അഡ്മിഷൻ വാങ്ങിയിരിക്കുന്ന കുട്ടികളുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്.
നമുക്ക് തിരിച്ചു വരാം. ഡേ 1 നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡേ 1 നമുക്ക് ആദ്യം പഠിക്കണം. സോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും എത്തുകയാണ്. ഫിസിക്സ് ആൻഡ് ബോട്ടണി ആണ് ഫസ്റ്റ് ഡേ നടക്കുന്നത്. അപ്പോൾ ഫിസിക്സില് അത്യാവശ്യം കാൽക്കുലേഷൻസും അല്ലെങ്കിൽ മേ ബി നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. സോ അതിന്റെ കൂടെ വളരെ ലൈറ്റ് ആയിട്ട് വളരെ മൃദുവായിട്ട് നിങ്ങൾക്ക് ബോട്ടണി പഠിക്കാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഡേ 1 രാവിലെ 9 മണിക്ക് നമ്മുടെ ഫിസിക്സിന്റെ ക്ലാസ് ആണ്. ഫിസിക്സ് ക്ലാസ് ലൈവ് ക്ലാസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് യു ക്യാൻ വാച്ച് ദ റെക്കോർഡഡ് ക്ലാസ്. റെക്കോർഡഡ് ക്ലാസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഫിസിക്സിലുള്ള ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും 2 hours നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വളരെ എഫക്റ്റീവ് ആയിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്കുണ്ട്. ഇനി ആ ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് 2:30 നമ്മുടെ ബോട്ടണി ലൈവ് ഡിസ്കഷൻസ് വരുന്നത്. ആൻഡ് സിമിലർലി അതിനും 1 hour ഡ്യൂറേഷൻ വരുന്ന അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ റെക്കോർഡഡ് ക്ലാസ്. യു ക്യാൻ റീ വാച്ച് ദ ലൈവ് ക്ലാസ്. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് XPL നിങ്ങളെ കാത്തിരിക്കുന്നത്. ഡേ 1 ഫിനിഷ് ചെയ്തു. നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഡേ 1 പഠിച്ചു. ഇനി ഡേ 2 എന്തായിരിക്കും? മൊഡ്യൂൾ 1 ബാക്കി വന്നിരിക്കുന്ന 2 പേരാണ്. അത് ഏതൊക്കെയാ? കെമിസ്ട്രി ആൻഡ് സുവോളജി. സോ കെമിസ്ട്രിയിലും ലൈവ് ക്ലാസ് രാവിലെ നടക്കുന്നു. സുവോളജിയിൽ വരുന്ന ഭാഗം 2:30 ലൈവ് ക്ലാസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. 2 ദിവസം കൊണ്ട് തന്നെ മൊഡ്യൂൾ 1 ഫിനിഷായി. ഇനി 3-ാമത്തെ ദിവസം എന്താണ്? ഇറ്റ് ഈസ് റിവിഷൻ ടൈം. നിങ്ങൾ ഈ പഠിച്ചിരിക്കുന്ന 2 ദിവസങ്ങളിലായിട്ട് പഠിച്ചിരിക്കുന്ന ഈ 4 സബ്ജക്റ്റുകളും നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയും റിവിഷൻ ടെസ്റ്റിലൂടെ കോൺസെപ്റ്റുകൾ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. സോ യു വിൽ ഹാവ് റിവിഷൻ ടെസ്റ്റ്. ആ റിവിഷൻ ടെസ്റ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ വരുന്ന 120 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. സോ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് നീറ്റിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ 120 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഈ എക്സാമിന് ഉണ്ടാവുക. എക്സാം കഴിഞ്ഞതിന് ശേഷം സെൽഫ് അനാലിസിസ് ചെയ്യുക, അതിൽ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾ വരുത്തുക. അതോടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഡേ 3 ഫസ്റ്റ് ഹാഫിലാണ് നടക്കുന്നത്. അപ്പൊ നോക്കിയേ, റിവിഷൻ ടെസ്റ്റിലേക്ക് ചെയ്യുമ്പോഴേക്ക് റിവിഷൻ ടെസ്റ്റ് എങ്ങനെയായിരിക്കും? റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യനിലൂടെ, പുതിയ തരം ക്വസ്റ്റ്യനിലൂടെ, നീറ്റ് ലെവലില് അല്ലെങ്കിൽ നീറ്റിന് ചോദിക്കാൻ ഏറ്റവും പ്രോബബിൾ ആയിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ ആയിരിക്കും റിവിഷൻ ടെസ്റ്റിലേക്ക് നമ്മൾ പോവുക. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും റിവിഷൻ ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ റിവിഷൻ ടെസ്റ്റിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത നോക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് കഴിഞ്ഞ വർഷത്തിലൊക്കെ നിങ്ങൾ നീറ്റിന്റെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. സോ നമ്മളത് മനസ്സിലാക്കി നമ്മൾ ഇനി ആ രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് എക്സാമിനേഷൻ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഞെട്ടില്ല. ഓക്കെ, റിവിഷൻ ടെസ്റ്റ് വിൽ ഇൻക്ലൂഡ് ദ ന്യൂ പാറ്റേൺ. നമുക്കതിന് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും, കോൺസെപ്റ്റൽ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും, കോൺസെപ്റ്റിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചോദ്യങ്ങൾ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതുപോലെ എപ്പോഴും നമ്മളെ പേടി സ്വപ്നമാണ് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നന്നാക്കി എടുക്കുക? മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാച്ച് ദി ഫോളോയിങ് ടൈപ്പ്, ഗ്രാഫിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ എല്ലാ വെറൈറ്റീസ് ഓഫ് ചോദ്യങ്ങളിലൂടെയും നമ്മൾ റിവിഷൻ ടെസ്റ്റിലൂടെ കടന്നു പോകുന്നു. സോ ഡേ 3 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഡേ 3 സെക്കൻഡ് ഹാഫില് റിലാക്സ് ചെയ്ത് നമ്മൾ ഇനി റിവിഷൻ ചെയ്യുകയാണ്. മാരത്തോൺ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മുടെ റിവിഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഒന്നുകൂടി പഠിച്ചെടുത്ത് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നമ്മൾ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നു. മൊഡ്യൂൾ 1 3 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 2 ദിവസം ക്ലാസ്സും അടുത്ത ദിവസം എക്സാം, അത് കഴിഞ്ഞ് ആ എക്സാമിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഒരുവിധം സെറ്റായി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്ക് മോക്ക് എക്സാമുകൾ ഒരുപാട് നിങ്ങൾക്ക് വരും. മൊഡ്യൂൾ 1 കഴിഞ്ഞാൽ ദെൻ യു ഹാവ് മൊഡ്യൂൾ 2, 3, 4 എന്നിങ്ങനെ മൊഡ്യൂളുകളായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ എത്ര മൊഡ്യൂളുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 20 മൊഡ്യൂളുകളാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. റെഡി? അങ്ങനെ 20 മൊഡ്യൂളുകൾ കവർ ചെയ്യുന്ന ഒരു കുട്ടിക്ക്
ഈ പറഞ്ഞിരിക്കുന്ന അതേ പ്ലാനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈസി ആയിട്ട് നീറ്റ് എക്സാമിനേഷൻ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ സൈലം പ്രീമിയർ ലീഗിന്റെ അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വാട്ട് ആർ ദ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ്? ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്കുണ്ട്, അഡീഷണൽ സപ്പോർട്ടിന് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് യെസ്, ആപ്പിൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഓരോ ഭാഗത്ത് നിന്നും വരുന്ന ഡൗട്ടുകൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ ചോദിക്കാം. സോ ദർ ഈസ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. മൊഡ്യൂൾ വൈസ് എക്സാംസ് ഉണ്ട്. എക്സാംസ് നമ്മൾ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണും. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. ആൻഡ് ഫ്രീ ആക്സസ് ടു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാം ടു നോ യുവർ സ്റ്റേറ്റ് ലെവൽ പൊസിഷൻ. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഒരുപക്ഷെ കേരളത്തിലുള്ള എല്ലാ നീറ്റ് ആസ്പിരന്റും എഴുതുന്ന ഏറ്റവും വലിയ നീറ്റ് മോഡൽ മോക്ക് എക്സാമിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ആണ്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഫ്രീ ആയിട്ട് എഴുതാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് അസസ്മെന്റ് നടത്താനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നാഷണൽ ലെവൽ അസസ്മെന്റ് നടത്താൻ വേണ്ടി ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് AITS നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടി ആപ്പിൽ തന്നെ നമ്മൾ തരുന്ന നോട്ട്സ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സ്, അതിന്റെ PDF നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വരുന്ന നീറ്റ് എക്സാമിനേഷന് നന്നായിട്ട് പഠിക്കാം. ഇതിനു പുറമെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് റെഗുലർ ഫീഡ്ബാക്ക് സിസ്റ്റം ആൻഡ് മെന്റർഷിപ്പ് പ്രോഗ്രാംസ്. നിങ്ങൾ XPLലേക്ക് ക്രാഷ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂടെ മെന്റർ ഉണ്ടാവും. ഇതൊരു ഓൺലൈൻ കോഴ്സ് ആണ്. സോ മെന്റർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മെന്റേഴ്സ് എപ്പോഴും നിങ്ങളുടെ എക്സാമിനേഷൻ അസസ്മെന്റ് നമ്മൾ മാത്രമല്ല ചെയ്യാം, മെന്ററും കൂടി ചെയ്യും. അങ്ങനെ നിങ്ങളെ കൂടെ ഈ ക്രാഷ് പ്രോഗ്രാമിന്റെ ഭാഗമായി മെന്റേഴ്സ് ഉണ്ടാവും. സോ മെന്റേഴ്സിന്റെ കൂടെ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, സൈലത്തിന്റെ കൂടെ നമ്മൾ എല്ലാവരും ചേർന്ന് ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് നന്നായി പഠിക്കാൻ പോവുകയാണ്. സോ എപ്പോഴായിരിക്കും ഈ XPL ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ബാച്ച് 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് January 15 സോ യെസ്, ഡേ വളരെ ക്ലോസ് ആയിരിക്കുകയാണ്. എല്ലാവരും അഡ്മിഷൻസ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ കിട്ടാതെ പോയവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇതാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓൺലൈൻ XPLന് 5000+ GST ആണ് വിത്തൗട്ട് മെറ്റീരിയൽ. ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ യെസ്, അങ്ങനെ ഒരു ഓഫർ കൂടിയുണ്ട്. വിത്ത് മെറ്റീരിയൽ 7000+ GST. സോ XPLന്റെ സെക്കൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കോൾ ടു ദിസ് നമ്പർ 6009100 ആൻഡ് സെക്യൂർ സീറ്റ്സ് നൗ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീണ്ടും അവസരം ഒരുപക്ഷെ മിസ്സായേക്കാം. സോ കോൾ ടു ദിസ് നമ്പർ, ജോയിൻ ചെയ്യുക. XPL 15 തൊട്ട് നമ്മൾ നന്നായി പഠിച്ചെടുക്കാൻ പോവുകയാണ്. മറക്കരുത്, 81 ചാപ്റ്റേഴ്സിനെ 20 മൊഡ്യൂളുകളാക്കി വളരെ നീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. സോ വെൽക്കം യു ഓൾ ടു സൈലം XPL പ്രോഗ്രാം.